അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മുസ്ലിങ്ങളായ ആളുകൾക്ക് 3 കുട്ടികൾ എന്നുള്ളത് സുന്നത്താണോ? കാരണം പലപ്പോഴും പല മുസ്ലിം ദമ്പതിമാർക്ക് 3 കുട്ടികൾ എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, കുട്ടികൾ 1 ആണെങ്കിലും 3 ആണെങ്കിലും 3-ലധികമാണെങ്കിലും നിശ്ചിത എണ്ണം, നിശ്ചിത ക്ലിപ്തമായ എണ്ണം അങ്ങനെ ഉണ്ടാവണമെന്ന ഹദീസിലോ ഖുർആനിലോ ഒന്നുമില്ല. നേരെ മറിച്ച് ഒരാളുടെ ആരോഗ്യത്തിനനുസരിച്ച് എത്രയാണോ അത്രയും ആകാം എന്ന കാഴ്ചപ്പാടാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ജന്മം നൽകാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ 1, അത്രയേ ഉള്ളൂ. 1-ലധികമാണെങ്കിൽ അങ്ങനെ, ആ ഒരു രീതിയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. ഏതായാലും വിശുദ്ധ ഖുർആനും ഹദീസുകളും പരിശോധിച്ചാൽ ഈ വിഷയത്തിൽ നമുക്ക്, ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നിശ്ചിത എണ്ണം, പരിധി ഇത്ര വേണം അല്ലെങ്കിൽ ഇത്രയേ പാടുള്ളൂ, അങ്ങനെ പരിധി മക്കളുടെ വിഷയത്തിൽ ഹദീസുകളിലോ ഇസ്ലാമിക പ്രമാണങ്ങളിലോ നേർക്ക് നേരെ പറയുന്നില്ല. മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനിക്കാഹു മിൻ സുന്നത്തി, വിവാഹം എന്റെ ചര്യയിൽപ്പെട്ടതാണ്, എന്റെ ചര്യയോട് താല്പര്യമില്ലാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ ശേഷം പറയാണ്, വതസവ്വജു, നിങ്ങൾ വിവാഹം കഴിക്കണം, എന്റെ ഉമ്മത്ത് അതിലൂടെ, എന്റെ ജനത അതിലൂടെ വർദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാൻ കഴിയും. അതേപോലെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, തസവ്വജു അൽ വദൂദ വൽ വലൂദ, നിങ്ങൾ സ്നേഹമുള്ളതും ഒരുപാട് കുട്ടികൾക്ക് ജന്മം നൽകാൻ കഴിയുന്നതുമായ ഇണകളെ, ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കുക, ഇണകളെ നിങ്ങൾ വിവാഹം കഴിക്കുക. സ്നേഹമുള്ളതും ഒരുപാട് കുട്ടികൾക്ക് ജന്മം നൽകുന്നതുമായ സ്ത്രീയെ നിങ്ങൾ വിവാഹം കഴിക്കുക, ഇണയായി സ്വീകരിക്കുക എന്ന ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ കുട്ടികളുടെ എണ്ണത്തിൽ ഇത്ര വേണമെന്നില്ല, മറിച്ച് കുട്ടികൾ ഉണ്ടാവണം. ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് കുട്ടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അല്ലാതെ 3 കുട്ടികൾ സുന്നത്ത്, 1 കുട്ടി മതി, 1-ലധികമാവണം, അങ്ങനെ കൃത്യമായ ഒരു എണ്ണം പറയുന്നില്ല. ഒരാൾക്ക് എത്രയാണോ അയാളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പറ്റുക അത്രയും ആവാം. ആ രൂപത്തിലുള്ള വിശദീകരണങ്ങളാണ് ഖുർആനിലും ഹദീസിലും എല്ലാം നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിലുള്ളത്. 3 കുട്ടികൾ സുന്നത്താണോ ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകമായ ഒരു എണ്ണം ഹദീസിലില്ല, മറിച്ച് ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് എത്രയും ആകാം എന്നുള്ളതാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.